നമ്മുടെ ലിയോ 14 മാർപ്പാപ്പ ഇപ്പോൾ സ്ഥാനം ഏറ്റു കഴിഞ്ഞിരിക്കുകയാണ്. നമ്മുടെ മാർപ്പാപ്പയ്ക്ക് ശേഷം അദ്ദേഹം സ്ഥാനം ഏറ്റിരിക്കുന്നു എന്നുള്ള കാര്യമുണ്ട്. നമ്മൾ മാർപ്പാപ്പയെക്കുറിച്ച് പറയുകയാണെങ്കിൽ തന്നെ വളരെ ലളിതമായൊരു ജീവിതം നയിച്ചിരുന്ന ഒരു വ്യക്തിയായിരുന്നു അദ്ദേഹം. അപ്പോൾ അതിനുശേഷം ഒരു മാർപ്പാപ്പ എന്ന് പറയുന്നത് എല്ലാവരും വളരെ ആകാംക്ഷയോട് കൂടി കാത്തിരുന്നൊരു കാര്യമായിരുന്നു. എങ്ങനെയായിരിക്കും പുതിയൊരു മാർപ്പാപ്പ എന്ന് പറയുന്നത്. അതും നമ്മൾ പഴയൊരു മാർപ്പാപ്പയെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ ഇദ്ദേഹവും ശരിക്കും പറഞ്ഞാൽ ഒരു ലളിതമായൊരു ജീവിതം അങ്ങനെ ആഗ്രഹിക്കുന്ന ഒരു വ്യക്തി കൂടിയാണ്. പാവങ്ങളുടെ മെത്രാൻ എന്നാണ് ഇദ്ദേഹത്തെ പൊതുവെ നമ്മൾ പറയുന്നത്. അപ്പോൾ അദ്ദേഹം സ്ഥാനം ഏറ്റു കഴിഞ്ഞിരിക്കുന്നു. ഇതിനു മുമ്പാണെങ്കിലും അദ്ദേഹം കഴിഞ്ഞ ഞായറാഴ്ച അദ്ദേഹം ജനങ്ങളോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു വളരെ ലളിതമായൊരു ജീവിതത്തിലോട്ടാണ് താൻ ആഗ്രഹിക്കുന്നതെന്നും അതേപോലെ തന്നെ നമ്മുടെ ട്രംപിൻ്റെ കുടിയേറ്റ നയങ്ങളെ അദ്ദേഹം ശക്തമായി എതിർക്കുന്നു എന്നുള്ള വാഗ്ദാനങ്ങളും ഒക്കെ നമുക്ക് നൽകിയിട്ടുണ്ടായിരുന്നു. ഇനി എത്തരത്തിലായിരിക്കും അദ്ദേഹത്തിന്റെ പ്രവർത്തനങ്ങൾ എന്നുള്ളതൊക്കെ നമുക്ക് ഇനി കാണേണ്ടിയിരിക്കുന്നു അല്ലേ? തീർച്ചയായിട്ടും. പുതിയ മാർപ്പാപ്പ എന്ന് പറയുന്നത് ഫ്രാൻസിസ് മാർപ്പാപ്പയ്ക്ക് ശേഷം എത്തിയ പുതിയ മാർപ്പാപ്പ. അപ്പോൾ ഫ്രാൻസിസ് മാർപ്പാപ്പയുടെ കുറെ ഒരു നിലപാടുകളുണ്ടായിരുന്നു. ഇതിനു മുമ്പ് ഫ്രാൻസിസ് മാർപ്പാപ്പ സ്വീകരിച്ചിട്ടുള്ള പല നിലപാടുകളും എന്ന് പറയുന്നത് ക്രൈസ്തവ വിശ്വാസത്തിൽ അല്ലെങ്കിൽ ക്രൈസ്തവർ പാലിച്ചുകൊണ്ടിരുന്ന പല കാര്യങ്ങൾക്കും എതിരെ അല്ലെങ്കിൽ പോലും ഒരു പുരോഗമന ചിന്താഗതിയുള്ള ഒരു മാർപ്പാപ്പയായിരുന്നു ഫ്രാൻസിസ് മാർപ്പാപ്പ എന്നുള്ളത്. അതായത് LGBTQ കമ്മ്യൂണിറ്റിയെ, കുടിയേറ്റക്കാരെ, അങ്ങനെ പല ആളുകൾ ഇപ്പോഴും പ്രോത്സാഹിപ്പിക്കുന്ന രീതിയാണ്. ഇപ്പോഴും ആളുകൾ അക്സെപ്റ്റ് ചെയ്യാത്ത പലരെയും സ്വീകരിക്കുന്ന ഒരു മാർപ്പാപ്പയായിരുന്നു ഫ്രാൻസിസ് മാർപ്പാപ്പ എന്ന് പറയുന്ന വ്യക്തി. അദ്ദേഹത്തിന്റെ നിലപാടുകളിൽ വിശ്വാസത്തിനെതിരായിട്ട് അദ്ദേഹം ഒന്നും തന്നെ ചെയ്തിട്ടില്ല. ഫ്രാൻസിസ് മാർപ്പാപ്പ വിശ്വാസത്തിനെതിരെയോ അല്ലെങ്കിൽ അവർ പാലിച്ചുകൊണ്ടിരുന്ന അവരുടെ മതപരമായ കാര്യത്തിനെതിരെയോ ഒന്നും ചെയ്യാതെ തന്നെ ഇവരെയും സ്വീകരിക്കുന്നു എന്നുള്ളതാണ് ഫ്രാൻസിസ് മാർപ്പാപ്പ സ്വീകരിച്ചിട്ടുള്ള ഒരു നിലപാട്. അപ്പൊ ആ ഒരു നിലപാടിനെ സപ്പോർട്ട് ചെയ്യുന്ന അല്ലെങ്കിൽ ആ ഒരു വ്യത്യസ്തമാർന്ന സ്വീകരിച്ചിട്ടുള്ള നിലപാടുകൾക്ക് സപ്പോർട്ട് ചെയ്യുന്ന ഒരു മാർപ്പാപ്പയാണോ ഇത് എന്നുള്ളൊരു ചോദ്യചിഹ്നമായിട്ട് നിലനിൽക്കുകയാണ്. അതായത് അദ്ദേഹം ഇപ്പോഴും ഇതിനെപ്പറ്റിയുള്ള ഒരു നിലപാട്, അല്ലെങ്കിൽ ഫ്രാൻസിസ് മാർപ്പാപ്പ ഒരു പുരോഗതി ചിന്താഗതി കൊണ്ടുവന്നപ്പോൾ അതിനെ എങ്ങനെയാണ് ഈ ലിയോ 14 മാർപ്പാപ്പ നോക്കിക്കാണുന്നത് എന്നുള്ളതെല്ലാം നമ്മൾ വീക്ഷിക്കേണ്ടിയിരിക്കുന്നു. കാരണം അതിന് ഏറ്റവും പ്രധാനപ്പെട്ട മറ്റൊരു കാരണം എന്ന് പറയുന്നത് ഇപ്പോൾ ഈ മാർപ്പാപ്പ വന്നിരിക്കുന്നത് അമേരിക്കയിൽ നിന്നാണെന്നുള്ളത് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. അതായത് ഇപ്പോൾ ഡൊണാൾഡ് ട്രംപ് അധികാരമേറ്റതിന് ശേഷം അമേരിക്കയിൽ നിന്നും ഏറ്റവും പുതിയ മാർപ്പാപ്പ, അതും അമേരിക്കയിൽ നിന്നുള്ള ആദ്യത്തെ പുതിയ മാർപ്പാപ്പയാണ് എന്നുള്ളതും വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. അപ്പോൾ കുടിയേറ്റക്കാരെയും അതുപോലെ തന്നെ LGBTQ കമ്മ്യൂണിറ്റിനെയും വളരെയധികം അടച്ചാക്ഷേപിക്കുന്ന രീതിയിലുള്ള പ്രവർത്തികൾ ചെയ്യുന്ന ഒരു വ്യക്തിയാണ് ഡൊണാൾഡ് ട്രംപ് എന്ന് പറയുന്ന വ്യക്തി. അമേരിക്കയുടെ പ്രധാനമന്ത്രിയായിട്ടുള്ള ഡൊണാൾഡ് ട്രംപ് ഇത്തരത്തിലുള്ള കാര്യങ്ങൾക്ക് എതിരെ നിൽക്കുന്ന ഒരു വ്യക്തി കൂടിയാണ്. അപ്പം അങ്ങനെയുള്ള ഒരു വ്യക്തിയുടെ സ്ഥലത്ത് നിന്നും അമേരിക്കയിൽ നിന്ന് തന്നെ പുതിയ മാർപ്പാപ്പ വരുന്നു. അതിന് മുമ്പ് തന്നെ വേറൊരു കാര്യം എടുത്തു പറയേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ, മാർപ്പാപ്പയാകാൻ തനിക്കൊരു അവസരം കിട്ടിയാൽ അല്ലെങ്കിൽ ഒരു ആഗ്രഹം കിട്ടിയാൽ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു വ്യക്തിയാണ് ഈ ഡൊണാൾഡ് ട്രംപ്. അപ്പൊ അദ്ദേഹത്തിന്റെ ഒരു നിലപാടും ഈ ഒരു മാർപ്പാപ്പയുടെ കാര്യത്തിൽ വരുന്ന ഒരു രാഷ്ട്രീയ ചിന്തകളൊക്കെ വളരെയധികം ഇതിനെ അഫക്ട് ചെയ്യുന്നുണ്ട് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഘടകം. അപ്പം ഇനി വരുന്ന ഒരു നാളുകളിൽ കത്തോലിക്ക സഭയുടെ ഏറ്റവും പ്രധാനപ്പെട്ട തലവൻ എന്ന് വിശേഷിപ്പിക്കപ്പെടുന്ന മാർപ്പാപ്പ സ്വീകരിക്കുന്ന നിലപാടുകൾ തീർച്ചയായിട്ടും കേരളത്തിലടക്കമുള്ള ക്രൈസ്തവരെ ബാധിക്കും എന്നുള്ളത് തീർച്ചയാണ്. അപ്പം അമേരിക്കയിൽ നിന്നെത്തുന്ന മാർപ്പാപ്പ ആയതുകൊണ്ട് തന്നെ അദ്ദേഹത്തിന്റെ നിലപാട് 267ാമത്തെ മാർപ്പാപ്പ കൂടിയാണ്. അതൊരു പ്രത്യേകതയാണ്. അത്രയും മാർപ്പാപ്പകൾക്ക് ശേഷം വരുന്ന ഒരു മാർപ്പാപ്പ എന്ന് പറയുമ്പോൾ നമ്മുടെ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഫ്രാൻസിസ് മാർപ്പാപ്പ എന്ന് പറഞ്ഞത് അദ്ദേഹം ലളിതമായൊരു ജീവിതമായിരുന്നു നയിച്ചിരുന്നത്. അതുപോലെ തന്നെ അദ്ദേഹത്തിന്റെ നിലപാടുകൾ എത്രമാത്രം ഒരു പുതിയൊരു മാർപ്പാപ്പ സ്വീകരിക്കും അല്ലെങ്കിൽ കൂടെ കൊണ്ടുപോകും എന്നുള്ള കാര്യത്തിലൊക്കെ ഇനിയുള്ള ദിവസങ്ങൾ തന്നെയാണ് നിർണായകം. ഇപ്പോൾ ഈ ഒരു സ്ഥാനം ഏറ്റതിന് ശേഷം അദ്ദേഹം ജനങ്ങളോട് പറഞ്ഞ കുറച്ച് കാര്യങ്ങളുണ്ട്. അതിനകത്ത് വരുന്നത് എൻ്റെ മിടുക്കുകൊണ്ടല്ല ഒരിക്കലും ഞാൻ മാർപ്പാപ്പയായതെന്ന് അദ്ദേഹം പറയുന്നുണ്ട്. വളരെ സ്നേഹവും ദൈവത്തോടുള്ള സ്നേഹമാണ് അദ്ദേഹം ഇതിലൂടെ കാണിക്കാൻ പോകുന്നത്. അങ്ങനെയുള്ള തരത്തിലുള്ള വാഗ്ദാനങ്ങളാണ് ജനങ്ങൾക്ക് കൊടുത്തിരിക്കുന്നത്. കാരണം നിങ്ങളുടെ ഫ്രാൻസിസ് മാർപ്പാപ്പയെ പോലെ, അല്ലെങ്കിൽ പോലെ എന്ന് പറയാൻ പറ്റില്ല, അദ്ദേഹത്തെ എത്രമാത്രം അദ്ദേഹത്തിന് അദ്ദേഹത്തിൻ്റെ നയങ്ങളും അദ്ദേഹത്തിൻ്റെ ചിന്താഗതികളും എത്രമാത്രം അദ്ദേഹത്തിന് മുമ്പോട്ട് കൊണ്ടുപോകാൻ പറ്റുമെന്നറിയില്ല. അതുപോലെ തന്നെ ഫ്രാൻസിസ് മാർപ്പാപ്പ ബാക്കി വെച്ച കുറച്ച് കാര്യങ്ങളും കൂടെ ഉണ്ട്. അപ്പോൾ അതൊക്കെ എത്രമാത്രം പ്രാവർത്തികമാക്കാൻ ഇദ്ദേഹത്തിന് കഴിയുമെന്നുള്ള കാര്യങ്ങളൊക്കെ എല്ലാവരും തന്നെ ഉറ്റുനോക്കുന്ന ഒരു കാര്യമാണ്. തീർച്ചയായിട്ടും. നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഇപ്പം ഞാനടക്കം ഇപ്പോൾ സംസാരിച്ചൊരു കാര്യമാണ്, ഇതിനകത്തൊരു രാഷ്ട്രീയം ഉണ്ടെന്നുള്ളത് ഇപ്പോൾ പലരും സംസാരിക്കുന്ന ഒരു കാര്യം കൂടിയാണ്. അതായത് അമേരിക്കയിൽ നിന്നുള്ള ആദ്യത്തെ
മാർപ്പാപ്പ, അതും ഡൊണാൾഡ് ട്രംപ് പ്രസിഡന്റ് ആയതിനു ശേഷം വരുന്ന ഒരു ഇലക്ഷൻ, അങ്ങനത്തെ ഒരു കാര്യങ്ങളൊക്കെ വന്നപ്പോഴത്തേക്കും ഒരുപാട് ആളുകൾ ചിന്തിച്ചു ഇതിനകത്ത് രാഷ്ട്രീയമുണ്ടോ. അതിനൊരു ഉത്തരം കൂടി ആയിരിക്കും ഇപ്പൊ മാർപ്പാപ്പ തന്നത് എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട ഒരു ഘടകമാണ്. കാരണം ഇതൊന്നും നമ്മൾ നിശ്ചയിച്ചിട്ടുള്ള ഒരു കാര്യമല്ല. എന്നെ തെരഞ്ഞെടുത്തത് ആരാണെന്നുള്ളത് അദ്ദേഹത്തിന്റെ ആദ്യത്തെ സന്ദേശം തന്നെ അത് തന്നെയാണ് യഥാർത്ഥത്തിലല്ലേ. ദൈവത്തിന്റെ വഴിയിൽ നിങ്ങൾക്കൊപ്പം നടക്കാനാണ് ഞാൻ ആഗ്രഹിക്കുന്നത് എന്നാണ് അദ്ദേഹം പറഞ്ഞിരിക്കുന്നത്. അപ്പം അതിനകത്ത് ദൈവനിശ്ചയം, അതായത് ഇപ്പൊ ഒരു വിശ്വാസത്തിനപ്പുറം, അതായത് ഒരു ക്രൈസ്തവ വിശ്വാസത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട ആളാണ് മാർപ്പാപ്പ എന്നുള്ള വ്യക്തി. അപ്പം തീർച്ചയായിട്ടും വിശ്വസിക്കുന്നവർക്ക് ദൈവമുണ്ട്. അപ്പം ദൈവം തിരഞ്ഞെടുക്കപ്പെട്ട ഒരു വ്യക്തിയാണ് ഇദ്ദേഹം എന്നുള്ളതും ഇതിൽ നിന്നും നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. ഇതിനകത്ത് രാഷ്ട്രീയത്തിനപ്പുറം, അല്ലെങ്കിൽ ഒരു പക്ഷേ ചിന്തിച്ചു കഴിഞ്ഞാൽ നമുക്ക് മാനുഷികമായി ചിന്തിക്കുമ്പോൾ ഇതിനകത്ത് രാഷ്ട്രീയമുണ്ട്, അല്ലെങ്കിൽ ഇതൊക്കെ ഒരു പ്രീ പ്ലാൻഡ് ആണെന്ന് നമ്മൾ ചിന്തിക്കുമ്പോഴും ഇതിൽ ക്രൈസ്തവർ വിശ്വസിക്കുന്നത്, അല്ലെങ്കിൽ ഒരു ഇതെന്ന് പറയുന്നത് ദൈവത്തിന്റെ കരങ്ങൾ ഇതിനകത്ത് പ്രവർത്തിക്കുന്നുണ്ടെന്ന് വിശ്വസിക്കുന്ന നിരവധി ആളുകളുണ്ട്. ഇപ്പൊ ഇവരുടെ ഒരു ചടങ്ങാണെങ്കിൽ ഇപ്പൊ മാർപ്പാപ്പയെ തിരഞ്ഞെടുക്കുന്ന ആ ഒരു പ്രക്രിയകളൊക്കെ നമ്മൾ തന്നെ വളരെ വ്യത്യസ്തമായ ഒരു രീതിയാണ്. കാരണം മാർപ്പാപ്പയെ തിരഞ്ഞെടുക്കുന്ന ആ ഒരു ഇലക്ഷൻ സമയത്ത് ആർക്കും തന്നെ പുറത്തു പോകാനോ അല്ലെങ്കിൽ മറ്റ് പുറത്തുള്ള ആൾക്കാരുമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനും പോലും പറ്റാത്തൊരു അത്തരത്തിലുള്ള കർശനമായ നിയന്ത്രണങ്ങളാണ് അവിടെ നടപ്പിലാക്കിയത്. കാരണം ഭക്ഷണം കഴിക്കാൻ പോലും ഭക്ഷണം കഴിക്കുമ്പോൾ അടക്കം അത് പരിശോധിക്കാൻ അതിനായിട്ടുള്ള ആളുകളെ നിർത്തിയിരുന്നു എന്നാണ്. അത് അപ്പോൾ അത്രമാത്രം കർശനമായൊരു തിരഞ്ഞെടുപ്പാണ് അവിടെ നടന്നത് എന്നുള്ളതാണ്. തീർച്ചയായിട്ടും എന്താണെങ്കിലും പുതിയ മാർപ്പാപ്പ എത്തി എന്നുള്ളതാണ് ലോക ക്രൈസ്തവർക്ക് നല്ലൊരു ഇടയനായിട്ട് ക്രൈസ്തവ സമൂഹത്തെ നയിക്കുന്നതിന് വേണ്ടി ഏറ്റവും പുതിയ മാർപ്പാപ്പ ലിയോ 14 മാർപ്പാപ്പ ഇന്നു മുതൽ ചുമതലയേറ്റു എന്നുള്ളതാണ് ഇന്നത്തെ പ്രധാനപ്പെട്ട ഒരു വാർത്ത.